നന്ദിത. UGAയുടെ CRE ഡിപ്പാർട്ട്മെന്റിന്റെ അൺഒഫീഷ്യൽ ക്യൂൻ ആൻഡ് ഒഫീഷ്യൽ ഗുണ്ട. 3 years, 0 miss targets. ഇപ്പോൾ UAE ഓപ്പറേഷൻസ് കൂടെ ഹാൻഡിൽ ചെയ്യുന്നു. ഓഫീസിൽ ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാവർക്കും തന്നെ അറിയാം. നന്ദിത വരുന്നു എന്ന് കേട്ട അറ്റ്മോസ്ഫിയർ തന്നെ മാറും. ഇവിടെ ഓഫീസിൽ എല്ലാരെയും വരച്ച വരയിൽ നിർത്തുമെങ്കിലും വീട്ടിൽ ചെന്ന ഒരു ഉത്തമ കുടുംബിനി. നന്ദിതയെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നന്ദിത നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ വരത്തില്ല. അത് എന്ത് തരം വിഷയമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. CRE ടീമിൽ ഇപ്പോൾ ഈ കടമൊക്കെ തിരിച്ച് മേടിക്കുന്ന പോലെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. പല വോയിസ് റെക്കോർഡിങ്ങുകളും കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ ഷീ വിൽ മേക്ക് ഷുവർ ഫണ്ട് അവിടെ ഉണ്ടായിരിക്കും. നന്ദിതയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു സ്കൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്കൂളിൽ ഏറ്റവും വഴക്കാളിയായിട്ടുള്ള ഒരാളായിരിക്കും നന്ദിത. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ ഡീൽ ചെയ്യാനും നല്ലോണം അറിയാം, ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ നന്ദിത ഇവിടെ ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പൊങ്ങി വരും. ഏറ്റവും വഴക്കാളിയായിട്ട് ഒരാളുള്ളതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവത്തുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞ ഇതാണ് നന്ദിത. പേഴ്സണലി നന്ദിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരാളാണ് നന്ദിത. ആൻഡ് ഓർഗനൈസേഷണൽ പോയിന്റ് ഓഫ് വ്യൂ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഒരു പില്ലറും കൂടിയാണ് നന്ദിത. നന്ദിതയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു ഭയങ്കര സീരിയസ് കഥാപാത്രമാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആളവിടെ ഉണ്ടാവും. ഇപ്പോൾ വന്ന സമയം തൊട്ടാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ടൈം വരെ എനിക്കൊരു കൊളീഗ് എന്നതിന് അതിനേക്കാൾ ഉപരി ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു കൂട്ടുകാരി, നമുക്ക് എന്തും തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയാണ്. പിന്നെ അവൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സർക്കിൾ എപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഭയങ്കര ഹാപ്പിനെസ് ആണ് ആൾ കൂടെ ഉള്ളപ്പോൾ. നന്ദിത സാബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിട്ടയർഡ് ഡോൺ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ആക്ച്വലി ഇപ്പോൾ കുട്ടികൾക്കൊന്നും അധികം അറിയാൻ വഴിയില്ല. പണ്ട് നമ്മളുടെ എല്ലാം ഹൈറാർക്കിനെയും വെറുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നെയിമായിരുന്നു നന്ദിത സാബു എന്ന് പറയുമ്പോൾ. വർക്ക് റിലേറ്റഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നന്ദിത സാബും എപ്പോഴും നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഒരു ഡോൺ തന്നെയാണ്. എത്ര വലിയൊരു ഹാർഡ് ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാലും ഈസിലി ഹാൻഡ് ആക്കുന്ന ഒരു ക്യാരക്ടറാണ് നന്ദിത സാബുവിൻ്റെ ക്യാരക്ടർ. ബട്ട് നമ്മൾ പേഴ്സണൽ വൈസ് എടുക്കുമ്പോഴത്തേക്കും ഷീ ഈസ് ലൈക്ക് എക്സാക്ട്ലി മൈ സിസ്റ്റർ. എന്ത് കാര്യങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും, എന്ത് സജഷൻസ് വേണമെന്നുണ്ടെങ്കിലും, ലൈഫിൽ എന്ത് അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി വിത്തൗട്ട് എനി കൺസേൺസോ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് നന്ദിത സാബു. നന്ദിതയെ കുറിച്ച് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ഫ്രണ്ട്ഷിപ്പിനും വർക്കിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഫ്രണ്ടാന്ന് കൂടെ നോക്കില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമുക്ക് എന്തൊരു ഇഷ്യൂസ് വന്നാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നല്ലൊരു ഫ്രണ്ടാണ് ഇവിടുന്ന് കിട്ടിയ നന്ദിത. പറയാനുണ്ട്.